ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. നമ്മുടെ സ്വന്തം രാജാ സാബ്, ദി രാജാ സാബ് പ്രഭാസ് നായകനായിട്ട് വരുന്ന സിനിമയാണ്. ഒരു ഹൊറർ സംഭവമാണ്, ഡബിൾ റോളാണ്. അങ്ങനെ പ്രത്യേകത ഒരുപാട് ഉണ്ട്. മറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ദ രാജാ സാബ് മലയാളം ടീച്ചറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ടീച്ചർ വന്നിട്ടുണ്ട്, 4 മണിക്കൂറായി വന്നിട്ട്. പ്രഭാസ്, മാരുതി, തമൻ, TG വിശ്വപ്രസാദ്, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പീപ്പിൾ മീഡിയ ഫാക്ടറിയിൽ വന്നിട്ട് 4 മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ളത് തന്നെ 60,07,401. അതെ, 60 ലക്ഷം വ്യൂ. എൻജാമോ. ലെറ്റ്സ് വാച്ച്. റെഡി. പ്യൂരിറ്റിയുടെ രാജാ സാബ് കൺട്രി ഡിലൈറ്റ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നു നിങ്ങളുടെ രാജാ സാബ് ഡിലൈറ്റ്. ഈ വീടിന്റെ ദേഹമാണ്, ഈ സമ്പത്തിന്റെ ജീവനും, എന്റെ കാലശേഷവും ഇതെല്ലാം ഞാൻ മാത്രം അനുഭവിച്ചാൽ മതി. ഹലോ ഹലോ, വണ്ടി കുറച്ച് മെല്ലെ. അതെ, അല്ലെങ്കിലേ നമ്മുടെ ലൈഫ് അത്രേ ഉള്ളൂ. പറയൂ, നിങ്ങൾ ചെയ്ത പാപം എന്താണ്? പാപം ഉണ്ണിയെന്നൊക്കെ എന്തിനാ ഡിഗ്നിഫൈഡ് ലവ് ചെയ്യുമ്പോ മരിക്കോളം കൂടെ ഉണ്ടാവുന്ന പറഞ്ഞിട്ട് അത് മൊത്തത്തിൽ സീൽ ചെയ്ത് കളഞ്ഞില്ലെന്നേ. മേഡം, അത് പിന്നെ കുടിച്ചത് കുറച്ച് കൂടിപ്പോയത് കൊണ്ടാ. ജഗന്നാഥ പ്രഭു, ക്യാ ഹോ രഹാ ഹൈ? രക്ഷിക്കണേ. അയ്യോ, മുത്തശ്ശൻ വയറ് കടിച്ചു മുറിച്ചോന്ന് പുറത്തുപോയി നോക്കടാ. December 5 റിലീസ്. സത്യം പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഔട്ട്സ്റ്റാൻഡിങ് ടീസർ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഹൊററാണ്, നമ്മള് കുറച്ച് ഓവറായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പൊ അത്രയും വലിയ കൈ വരുന്നത് ഇതെന്നൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കാൻ ടൈം തരുന്നില്ല എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള എഡിറ്റിങ്ങുകൾ, വേറെ കുറെ സംഭവങ്ങൾ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ കുറെ വെള്ള പൂശിയിട്ടുള്ള പ്രേതം മറു വരുന്നു. ബട്ട് അതിന്റെ BGM കൊണ്ടോ മേക്കിംഗ് സ്റ്റൈല് കൊണ്ടോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ ഇപ്പോൾ തമിഴിലൊക്കെ ചില പ്രേതപടങ്ങൾ വരുമ്പോൾ, എസ്പെഷ്യലി ഇപ്പൊ ഏതാ പറയാ, നമ്മള് ഒരു വീടിന്റെ ഉണ്ടോ 4 അരൺമന 4 കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് ചാവച്ച് നമുക്ക് ഭ്രാന്ത് വരും പ്രേതത്തിനെ കണ്ട. ഇവിടെ അത്തരത്തിലാവാൻ സാധ്യതയുള്ള പ്രേതത്തിനെ വളരെ ഡിഫറെന്റ് ആയിട്ട് മേക്ക് ചെയ്ത് നല്ല കിടിലൻ BGM. തമൻ എന്റെ പൊന്നോ, വൻ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തമന്റെ ആ മ്യൂസിക്കും അതിൻ്റെ ഉള്ളിൽ പ്രഭാസിന്റെ ഡയലോഗ് ഡെലിവറിയും, മീൻസ് മലയാളത്തിലാണെങ്കിൽ നല്ല രസമുണ്ട് കേൾക്കാൻ. പുള്ളിയുടെ പെർഫോമൻസും പിന്നെ അതിന്റെ ഇടയിൽ കാണിച്ചുള്ള VFX വർക്കൊക്കെ എന്ത് ഗംഭീരമായുള്ള VFX വർക്കാണ്. അങ്ങനെ സൂപ്പർ സാധനമാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹൊറർ എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവും. ഓഫ്കോഴ്സ് അത്രയും വലിയ സിനിമ വരുമ്പോൾ പേടിപ്പിക്കുന്ന കുറെ ഭാഗങ്ങളുണ്ടാവും. പക്ഷെ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മളെ ഞെട്ടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ വരാനുള്ള, ചിരിപ്പിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ വരാനുള്ള ഇതുണ്ട്. ഇപ്പോ മുത്തച്ഛൻ വയറ് കടിച്ചു പറിച്ചോ നോക്കടാ എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങൾ. ഇത് മുത്തച്ഛനാണ് ഇതിന്റെ സംഭവം എന്ന് അറിഞ്ഞു പിന്നെ പുള്ളി ശേഷം ഈ പ്രേയം എന്നുള്ള പേടിക്ക് അപ്പുറത്തേക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാനസങ്ങൾ കൊണ്ടും ഡയലോഗ് കൊണ്ടും ഉണ്ടാക്കുന്ന ചിരികൾ, ഇതെല്ലാം വരാൻ സാധ്യത ഉണ്ടാകുന്ന തോന്നുന്നത്. എന്തായാലും പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഇത്ര പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടമാണെന്ന് തോന്നുന്നു. ഈ പ്രേതപ്പടം എന്നുള്ളതിനേക്കാൾ ഉപരി, പോയി പേടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒന്നുകൂടെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഉറക്കാക്കാൻ രേഖപ്പെടുത്തും.